നമ്മൾ വ്യക്തിപരമായ കാര്യമാണ്. മെഡിക്കൽ കോളേജിൽ പോയതുകൊണ്ടാണ് ഇത് അറിഞ്ഞത്. നമ്മൾ വ്യക്തിപരമായ ഒരു ചികിത്സയ്ക്ക് പെട്ടെന്ന് അസുഖം വന്ന് പോയാലും ആളുകൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ പോയി പത്രത്തിലൊക്കെ വന്നവരുമല്ലോ. അവിടുന്ന് ചികിത്സ കഴിഞ്ഞു. ഞാൻ അവിടെ പോയി കിടന്നത് കേരളത്തിലെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന കാരുണ്യ പദ്ധതി അനുസരിച്ച് കിട്ടുന്ന അതേ വാർഡില്ല. ഞാനും അതിനു മുമ്പും മറ്റു മന്ത്രിമാരും ഇപ്പോഴും ഒക്കെ പോകുന്നുണ്ട്. അവിടെ കിടന്നു അതേ IC-യിലാണ് സാർ. കാരുണ്യ പദ്ധതി അനുസരിച്ച് കിടക്കുന്ന സ്ഥലത്താണ്. ഏതായാലും എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജാണ്. ഇന്നത്തെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ധനകാര്യമന്ത്രി ഒരു ദിവസം ആശുപത്രി വാസത്തിന് 1,90,000 രൂപ എഴുതിയെടുത്തു. എന്നിട്ട് ഇത് എടുത്തെന്നുള്ള തരത്തിലാണ് പ്രമുഖമായ ഈ ചില മീഡിയയൊക്കെ അങ്ങനെയൊക്കെ അറിയാവുന്ന മീഡിയകളാണ് അതിങ്ങനെ വരിക. ഞാനിത് പറഞ്ഞത് സാർ, കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പോയി അല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സയ്ക്ക് പോയി നല്ല ഒന്നാം തരമാണ് മെഡിക്കൽ കോളേജ് എന്നുള്ളത് അഭിമാനകരമായി പറയാൻ പറ്റുന്ന കാര്യമാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ സാറേ, അവിടെ എനിക്ക് നേരിട്ടുണ്ടായ അനുഭവം പറയട്ടെ. അവിടെ അങ്ങ് പറഞ്ഞല്ലോ സാർ, ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകൾ, പലതരം രോഗത്തിന് വരുന്ന ആൾക്ക് 42 ലക്ഷം പേർക്ക് കാരുണ്യ പദ്ധതി അനുസരിച്ച് കിട്ടും സാർ. ഇനി അങ്ങനല്ലാത്ത ആളുകൾ, ഹാർട്ടിൻ്റെ അസുഖത്തിന് വരുന്നവരാതിരിക്കട്ടെ, ഞാൻ കിടക്കുന്ന ആ IC-യിൽ അവിടെ കിടക്കുമ്പോൾ 2 രോഗികൾ വന്നു. ഒന്നൊരു ബംഗാളി രോഗിയാണ്, ബംഗാളി തൊഴിലാളിയാണ്, വഴി വെച്ചിട്ട് പെട്ടെന്ന് അസുഖമായിട്ട് വന്നതാണ്. അല്ല, ഞാൻ ബംഗാളി തൊഴിലാളി, ഞാൻ പറഞ്ഞോട്ടെ, ബംഗാളി തൊഴിലാളി ആണ് വന്നത്. അപ്പോൾ അയാൾ കാരുണ്യമില്ല. പോയതെങ്കിൽ ഓർമ്മയുണ്ടോ? മുമ്പ് എന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി പോയത് ഓർമ്മയുണ്ടോ? സാർ, മെഡിക്കൽ കോളേജിൽ അല്ലാത്ത ഡോക്ടർ ആശുപത്രി പോകുന്നതിനെ പറ്റിയല്ല, നമ്മളെ പല നല്ല ഒന്നാമതൊരു ആശുപത്രി പോകേണ്ട വരത്തില്ലേ സാർ. അവിടെ ഈ കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് അകത്തില്ലാത്ത ആൾ ആണെങ്കിലും കാരുണ്യക്കകത്തുള്ളവർക്ക് എല്ലാ ചികിത്സയും കൊടുക്കും. ഇല്ലെങ്കിലും സാർ 35,000 രൂപയുടെ ഇഞ്ചക്ഷൻ ഫ്രീ ആണ് സാർ. ആരാണെന്ന് നോക്കിയിട്ടല്ല, 35,000 രൂപയുടെ ഇഞ്ചക്ഷൻ ഫ്രീ ആണ്. അത് കഴിഞ്ഞൊരു തമിഴ്നാട്ടിൽ നിന്നുള്ള രോഗി വന്നു, ഇത് 2 പേർക്കും അവിടെ ഒരേ തരത്തിൽ തന്നെയാണ് സാർ. അത് കഴിഞ്ഞിട്ട് ഈ 42 ലക്ഷം പേർക്ക് കിട്ടുന്ന അതേ മെഡിക്കൽ, നമുക്ക് നിങ്ങളും ഞാനും നമ്മളൊക്കെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് മേടിക്കുന്നതിന് പൈസ അടച്ചിട്ടാണ് മേടിക്കുന്നത്. സാധാരണ ഈ കാരുണ്യ കാർഡുണ്ടെങ്കിൽ അത് വേണ്ട സാർ. അത് ഒരു ആഘോഷമായിട്ട് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജും ആശുപത്രികളും ഏറ്റവും നല്ല ആശുപത്രികളാണ് എന്ന് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞത്. അവിടെ ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കണേ കൊടുക്കാം.